എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. കേരളത്തെ ഇളക്കി മറിച്ച രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ആരോപണ പ്രത്യാരോപണമൊക്കെ ഉയർന്ന ഒരു സംഭവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ്. എന്താ സംഭവം? കേക്കട്ടെ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ഇവർ സംശയിച്ചതുപോലെ നട്ടെല്ലുമായി ബന്ധപ്പെട്ട്, അതായത് നാഡികൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് ഈ ഒരു ഇതിൽ. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചെന്ന ഗവൺമെന്റ് പരാതി ഇതോടെ പൊളിയുകയാണ്. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. കഷ്ടായിപ്പോയി. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. കേസിൽ KSUക്കാരായ 5 പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയാണ് 2 ആഴ്ചയിലധികം ജയിലിലടച്ചത്. ഇവർ സംശയിച്ചതുപോലെ നട്ടെല്ലുമായി ബന്ധപ്പെട്ട്, അതായത് നാഡികൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് ഈ ഒരു ഇതിൽ. ഇനി ഇത് ആവർത്തിക്കരുത്. പ്രമാദമായ കേസിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മൊഴി നൽകാതിരുന്ന മന്ത്രി 2 ദിവസം മുമ്പാണ് വിശദമായ മൊഴി നൽകിയത്. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. അപ്പോഴും കഴുത്തിലെ കശേരുക്കളിൽ വേദനയുണ്ടെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പരിയാരം ആശുപത്രിയിൽ നിന്ന് മണിക്കൂറുകളുടെ ഇടവേളയിൽ വന്നുകൊണ്ടേയിരുന്നു. എന്ത് കള്ളാണ് അതിൽ പറയാനുള്ളത്? അപ്പൊ ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കള്ളം ആണ് എന്ന് തോന്നുന്നത്, കള്ളം അഭിനയിച്ചവരാണ് കള്ളമാണെന്ന് തോന്നുന്നത്. ഒരു മന്ത്രിക്ക് നേരെ നടന്ന സാധാരണമായ ഒരു കരിങ്കൊടി പ്രതിഷേധം അതിനെ വധശ്രമമാക്കി ചിത്രീകരിക്കുക. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.